ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ക്രൂരതകൾ തുറന്നുകാട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷ്ഹാദിലെ ഒരു മോർച്ചറിയിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ. പലരുടെയും മുഖം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ കഹ്റിസാക്ക് ഫോറൻസിക് മെഡിക്കൽ സെന്ററിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ആരെയും വേദനിപ്പിക്കുന്ന ഈ അവസ്ഥ അന്ന് BBC ആണ് പുറത്തു കൊണ്ടുവന്നത്. 18 സ്ത്രീകൾ ഉൾപ്പെടെ 326 ഇരകളുടെ മുഖങ്ങളാണ് BBCക്ക് ലഭിച്ചത്. പോലീസും സൈന്യവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുമാണ് അവരെ വെടിവെച്ചു കൊന്നത്. ഇസ്ലാമിക ഭരണകൂടം ഭരണവിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തത് ടെഹ്റാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് മഷ്ഹാദിലെ മോർച്ചറിയിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആളെ തിരിച്ചറിയാതെ മോർച്ചറികളിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങൾ കാണാതായവരുടെ ബന്ധുക്കളെ കാണിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഉറ്റ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് പല മൃതദേഹങ്ങളും. ഡിസംബർ 28-നാണ് ഇറാനിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും രൂക്ഷമായപ്പോൾ ടെഹ്റാനിലെ വ്യാപാരികളാണ് കടയടപ്പ് പ്രക്ഷോഭം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ അത് വ്യാപിച്ചു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. 31 പ്രവിശ്യകളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു. പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചതോടെ 10,000-കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.